പശ്ചിമബംഗാളിൽ സഖ്യത്തിന്റെ നേട്ടമുണ്ടായത് ആർക്കാ? കോൺഗ്രസിന് മാത്രമെന്നാണ് CPIM ബംഗാൾ ഘടകം പറയുന്നത്. തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസ് അടുക്കുന്നുവെന്നാണ് പ്രതിനിധികൾ അഭിപ്രായപ്പെടുന്നത്. പാർട്ടി കോൺഗ്രസിലെ ചർച്ചകളിൽ പ്രായപരിധി മാനദണ്ഡത്തെ ബംഗാളിൽ നിന്നുള്ള പ്രതിനിധികൾ പിന്തുണയ്ക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ അതിനെ എതിർക്കുകയാണ്. അതേസമയം CPIM പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി മധുരയിൽ ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. മധുരയിലെ ഒരു കാലാവസ്ഥ, ക്ലൈമറ്റ് എങ്ങനെയാണ്? അവിടെ നടക്കുന്ന ചർച്ചകളിലെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. മധുരയിൽ കടുത്ത ചൂടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മഴ പെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ വലിയ ഉഷ്ണം അനുഭവപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ചർച്ചകളുടെ ചൂട് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. പാർട്ടി കോൺഗ്രസിൽ ഇന്നലെ പൂർണ്ണമായും ഈ രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. അതിൽ കേരളത്തിലെ 2 അംഗങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള 2 അംഗങ്ങൾ, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 3 പേർ എന്നിവരാണ് ഇന്നലെ സംസാരിച്ചത്. ചർച്ചകളിൽ പങ്കെടുത്ത് ഇന്ന് ആ ചർച്ചകൾ വീണ്ടും തുടരും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ചർച്ചകൾക്കുള്ള മറുപടി പോൾ ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറയുക. അതിനുശേഷം പിന്നീട് സംഘടനാ രേഖ പോൾ ബ്യൂറോ അംഗം BV രാഘവലു അവതരിപ്പിക്കും. ഈ ചർച്ചകളിൽ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് ബംഗാൾ ഘടകത്തിന്റെ ഒരു നിലപാട് മാറ്റമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ 3 പാർട്ടി കോൺഗ്രസുകളിൽ പ്രധാനമായും ചർച്ച ചെയ്ത് കോൺഗ്രസുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അത് നിർവചിക്കേണ്ടത് എങ്ങനെ, ഏത് തരത്തിൽ വരെ ആകാം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. എങ്കിൽ ഈ ഒരു പാർട്ടി കോൺഗ്രസ് എത്തുമ്പോഴേക്കും ആ സഖ്യത്തിന്റെ നേട്ടം പൂർണ്ണമായും കോൺഗ്രസിനാണ് ബംഗാളിൽ ലഭിച്ചത് എന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വം എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസുമായി അടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലേതുപോലെ ഒരു സഖ്യം പോലും സാധ്യമാകുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കൂടാതെ പ്രായപരിധിയെ പൂർണ്ണമായും തന്നെ പിന്തുണയ്ക്കുകയാണ് പശ്ചിമ ബംഗാൾ ഘടകം. പാർട്ടിക്ക് സംസ്ഥാനത്ത് നവീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നേതൃത്വത്തിൽ യുവാക്കൾ എത്തിയിരിക്കുന്നു. പാർട്ടി യുവാക്കളുടെ പാർട്ടി എന്ന പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് ഒരു പ്രായമായവരുടെ പാർട്ടിയെങ്കിൽ CPIM യുവാക്കളുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു തുടങ്ങിയ അഭിപ്രായങ്ങളാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പ്രതിനിധികൾ രേഖപ്പെടുത്തിയത്. ഹഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് അവിടെ നടക്കുന്ന ചർച്ചകളുടെ വിവരങ്ങൾ നൽകി.